ഇത് ചെട്ടികുളങ്ങര ദേവീക്ഷേത്രം. ലോകമാതാവായി വാഴുന്ന മക്കളുടെ മനസ്സറിയുന്ന ചെട്ടികുളങ്ങര അമ്മയുടെ ക്ഷേത്രോത്ഭവത്തെ പറ്റിയുള്ള ഐതിഹ്യം ഇങ്ങനെ. ഏകദേശം 800 വർഷങ്ങൾക്ക് മുമ്പ് ചെട്ടികുളങ്ങര എന്ന ഈ ഗ്രാമത്തിലെ ഉഗ്രപ്രതാപികളായിരുന്ന 4 കരനാഥന്മാർ, ഇവരിൽ പ്രധാനിയായിരുന്ന ചെമ്പോലിൽ കുടുംബത്തിലെ കണ്ടനാദിച്ചമ്മൻ എന്ന യോഗീവരിന്റെ നേതൃത്വത്തിൽ സമീപ പ്രദേശമായ കൊയ്പ്പള്ളികാരമ്മ ദേവീക്ഷേത്രത്തിലെ ഉത്സവാടിയന്ത്രങ്ങളിൽ പങ്കെടുക്കാനായി പോകുന്നു. ആ ദിനം ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കരനാഥന്മാർ അവരുടെ അന്നത്തെ തിരക്ക് മൂലം ഇവരെ വേണ്ടത്ര രീതിയിൽ ആദരിക്കുവാൻ കഴിഞ്ഞില്ല. ഈ സംഭവത്തിൽ മനസ്സ് വേദനിച്ച് തങ്ങൾക്കും ഒരു പരദേവത വേണമെന്നും ഇതുപോലൊരു ക്ഷേത്രം വേണമെന്നും ദൃഢനിശ്ചയമെടുത്തുകൊണ്ട് 4 കരനാഥന്മാരും അവരോട് യാത്ര പോലും ചോദിക്കാതെ ചെട്ടികുളങ്ങരയിലെ സ്വഭവനങ്ങളിലേക്ക് മടങ്ങി. അനന്തരം ചെമ്പോലിൽ കുടുംബത്തിൽ 4 പേരും ഒത്തുചേർന്ന് ദേവതയുടെയും ക്ഷേത്രത്തിന്റെയും കാര്യങ്ങൾക്കായി ചർച്ചകൾ തുടങ്ങി. അങ്ങനെ കഠിന വ്രതനിഷ്ഠയോടുകൂടി കൊടുങ്ങല്ലൂർ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി തപസ് ചെയ്ത് ഭഗവതിയോട് സങ്കടങ്ങൾ ഉണർത്തിക്കുവാൻ തീരുമാനിച്ചു. തുടർന്ന് 4 യോഗീവര്യന്മാരും ഭഗവതി നാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് കാടും മേടും പുഴകളും മലകളുമൊക്കെ താണ്ടി കൊടുങ്ങല്ലൂരമ്മയുടെ നടയിലെത്തി തപസ് ആരംഭിച്ചു. വ്രതനിഷ്ഠയോടുള്ള താപസ ശക്തിയിൽ വെളിച്ചപ്പാട് ഉറഞ്ഞുതുള്ളി വാളും ചിലമ്പും യോഗീശ്വരന്മാർക്ക് നൽകി. ആ രാത്രി കൊടുങ്ങല്ലൂരമ്മ 4 യോഗികൾക്കും എന്റെ സാന്നിധ്യം ചെട്ടികുളങ്ങരയിൽ വൈകാതെ ഉണ്ടാകുമെന്ന് സ്വപ്നദർശനം നൽകി. സ്വപ്നദർശനം യാഥാർത്ഥ്യമാകുമെന്ന അതിരറ്റ സന്തോഷത്തിൽ ദേവിയുടെ പാതാരവിന്ദങ്ങളിൽ പ്രണമിച്ച് പൂർണ്ണ സംതൃപ്തിയോടെ 4 യോഗീവര്യന്മാരും കൊടുങ്ങല്ലൂരിൽ നിന്ന് ചെട്ടികുളങ്ങരയിലേക്ക് യാത്ര തിരിച്ചു. ചെട്ടികുളങ്ങര ഗ്രാമത്തിന് വടക്കു പടിഞ്ഞാറുള്ള കരിപ്പുഴ തോടിന്റെ അങ്ങേക്കരയിൽ ഒരു ദിവസം രാത്രിയിൽ സുന്ദരിയായ ഒരു സ്ത്രീ പ്രത്യക്ഷമാവുകയും തന്റെ ജോലികൾ അവസാനിപ്പിച്ച് വീട്ടിലേക്ക് മടങ്ങിയ കടത്തുകാരനെ വിളിച്ച് തന്നെ ഇക്കരെ എത്തിക്കണമെന്ന് അറിയിക്കുകയും ചെയ്തു. അതിതേജസ്വിയായ ഒരു തരുണിയെ ഒറ്റയ്ക്ക് ആ രാത്രിയിൽ അവിടെ കണ്ട കടത്തുകാരൻ അത്ഭുത പരവശനായി. തുടർന്ന് കടത്തുകാരൻ ആ സുന്ദരി രൂപത്തെ ഇക്കരയ്ക്കെത്തിക്കാൻ നിർബന്ധിതനായി. തോണി കരക്കടുപ്പിച്ച കടത്തുകാരൻ ഈ രാത്രിയിൽ ഭവതി ഒറ്റയ്ക്ക് എവിടെ പോകുന്നു എന്ന് തിരക്കിയപ്പോൾ ചെട്ടികുളങ്ങരയിലേക്കെന്ന് മറുപടിയും അവരിൽ നിന്ന് ലഭിച്ചു. രാത്രിയിൽ ഒറ്റയ്ക്കൊരു സ്ത്രീ പോകുന്നതിൽ അപാകത തോന്നിയ തോണിക്കാരൻ പുലർച്ചെ വരെ ഭവതിക്ക് ഞാൻ കൂട്ടിരിക്കാമെന്നറിയിച്ചു. അനന്തരം പുതുശ്ശേരിയിലെത്തി ഒരു ആഞ്ഞിലി മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കാൻ ആ സ്ത്രീയോട് പറഞ്ഞിട്ട് കടത്തുകാരൻ അടുത്ത വീട്ടിൽ നിന്ന് ഭക്ഷണവും വസ്ത്രവും വാങ്ങിക്കൊടുത്തു. അധ്വാനഭാരത്താൽ ക്ഷീണിതനായ തോണിക്കാരൻ അറിയാതെ ആ മരച്ചുവട്ടിൽ കിടന്നുറങ്ങിപ്പോയി. പുലർച്ചെ ഉണർന്ന തോണിക്കാരൻ ആ സ്ത്രീ എവിടെ കാണാനില്ലെന്നറിഞ്ഞു. ആശങ്കാകുലനായ തോണിക്കാരൻ അത്യന്തം ഭയചകിതനായി. തനിക്കുണ്ടായ അനുഭവം നാട്ടുകാരെ അറിയിച്ചു. വാർത്ത കാട്ടുതീ പോലെ പടരുകയും ചെട്ടികുളങ്ങരയിൽ യോഗീശ്വരന്മാരുടെ കാതുകളിലെത്തുകയും ചെയ്തു. ഒരു നാൾ ഇന്ന് കാണുന്ന ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിന്റെ തെക്ക് വശത്തുള്ള ബ്രാഹ്മണ ഇല്ലത്തിന്റെ പുരമേച്ചിൽ നടക്കുകയായിരുന്നു. പുരമേച്ചിലിന്റെ ഇടവേളയിൽ പ്രാതൽ കഴിക്കുന്ന നേരത്ത് ക്ഷീണിതയായ ഒരു വൃദ്ധ അവിടെ എത്തി തനിക്ക് കൂടി ആഹാരം തരുമോ എന്ന് ചോദിച്ചു. ഇല്ലത്തന്ന് പ്രാതലിനൊരുക്കിയത് കഞ്ഞിയും മുതിരപ്പുഴുക്കും മറ്റുമായിരുന്നു. വിശന്നെത്തിയ ഈ വൃദ്ധയ്ക്കും ഇല്ലത്തു നിന്നും ഇലയും തടയും വെച്ച് കഞ്ഞി വിളമ്പി. കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇല്ലത്തെ അന്തർജനം ഈ വൃദ്ധയെ തന്നെ വീക്ഷിച്ചുകൊണ്ട് നിന്നു. കഞ്ഞികുടി കഴിഞ്ഞ് ഇലയും തടയും എടുത്ത് കൈ കഴുകുവാനായി കുളക്കരയിലേക്ക് നടന്നു നീങ്ങിയ ഈ വൃദ്ധ ഒരു ദിവ്യ ജ്യോതിസായി അപ്രത്യക്ഷമായി. ഇത് ദർശിച്ച അന്തർജനം മോഹാലസ്യപ്പെട്ടു വീണു. ഈ വാർത്തയും നാടാകെ പരന്നു. ഇതറിഞ്ഞെത്തിയ കരനാഥന്മാർ ഉടൻ തന്നെ ദൈവജ്ഞനെ വരുത്തി കവടി നിരത്തി പ്രശ്നം വയ്ക്കുകയും പ്രശ്നവശാൽ ദേവീ സാന്നിധ്യം ചെട്ടികുളങ്ങരയിൽ ഉണ്ടായതിന്റെ തെളിവാണ് മുൻപുണ്ടായ അനുഭവങ്ങൾ എന്നറിയിക്കുകയും ഉടൻ തന്നെ നല്ല മുഹൂർത്തം നിശ്ചയിച്ച് ദേവീപ്രതിഷ്ഠ നടത്തുകയും വേണമെന്ന നിഗമനത്തിലെത്തി.
മഹാമായയുടെ ദിവ്യശക്തിയിൽ അതിരറ്റ സന്തോഷത്തോടുകൂടി നിറഞ്ഞ ഭക്തിയോടെ യോഗീശ്വരന്മാരുടെ സാന്നിധ്യത്തിൽ ദേവീ പ്രതിഷ്ഠ നടത്തുകയും അനന്തരം ദേവി ചെട്ടികുളങ്ങര അമ്മ എന്ന നാമത്തിൽ അറിയപ്പെടുകയും എല്ലാവർക്കും അനുഗ്രഹം ചൊരിയുന്ന അമ്മയായി എന്നെന്നും നിലനിൽക്കുന്ന അനശ്വര ചൈതന്യ ദീപമായി ഭക്തമനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്നു.